കർത്താവിനെ ഉയർത്തെഴുന്നേറ്റവനെ കണ്ട് തിരിച്ചറിയാൻ ദൈവദർശനം ലഭിക്കാൻ ഒരു സ്ട്രഗിൾ ഉണ്ട്. അത് നമ്മുടെ മനുഷ്യബുദ്ധിയാലെ, നമ്മുടെ നേത്രങ്ങളാലെ സാധ്യമല്ല. അത് കൃപയാലെ നമുക്ക് ലഭിക്കുന്നതാണ്. പൗലോസ്ലീഹയുടെ ഒരു മെയിൻ ആശയം ഇതാണ്. തിരുവുത്ഥാനം മാറ്റിയത് കർത്താവിനെ മാത്രമല്ല, അറിയുന്ന രീതികളെ, നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്ന രീതികളെ തന്നെ മാറ്റിക്കളഞ്ഞു. അതായത് നമ്മുടെ കണ്ണിൽ കാണുന്നില്ല, നമ്മുടെ കണ്ണിൽ കാണാത്തത് കൊണ്ട് കർത്താവില്ല എന്ന് പറയാനുള്ള പ്രവണത കൂടുന്നു. വ്യഗ്രതയുള്ള ബഹളമയമായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ തിരിച്ചറിയണം, കർത്താവ് നമ്മുടെ ചാരത്തുണ്ട്. കാണാൻ തക്കവിധം നിന്റെ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് നിനക്ക് ആ ദർശനം ലഭിക്കാതെ പോകുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ മിശിഹ ഇങ്ങനെ വെളിപ്പെടുന്നുണ്ട് കേട്ടോ. പുലർച്ചെ പ്രഭാതത്തിൽ പ്രാതൽ ഒരുക്കിത്തരുന്ന അമ്മയിൽ മിശിഹായുണ്ട്, ഉദ്ധിതനുണ്ട്. വയ്യാതെ കിടക്കുന്ന നേരത്ത് നമുക്കൊരു ചൂട് കഞ്ഞി, അല്പം ചൂടുവെള്ളം കൊണ്ടു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവനിൽ, പ്രിയപ്പെട്ടവളിൽ മിശിഹായുണ്ട്. പക്ഷെ പ്രശ്നം, അങ്ങനെ മിശിഹായെ നമ്മുടെ ചുറ്റുപാടും കാണണമെങ്കിൽ കൃപയുള്ളൊരു കണ്ണ് വേണം നമുക്ക്. അതില്ലാത്തത് കൊണ്ട് ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ ചാരത്തുള്ളപ്പോഴും, നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ ഉദ്ധിതൻ വെളിപ്പെടുമ്പോഴും കാണാത്ത വിധം ഒരു മൂടുപടം നമ്മളെ മറയ്ക്കുന്നു, കൃപയുടെ കാഴ്ചയില്ലാത്തത് കൊണ്ട്. നൊമ്പരമോടെ മറിയമിതാ കല്ലറയെത്തി കണ്ടില്ല, എന്റെ മഹത്വ പ്രഭയെവിടെ, മാനവ സൂര്യാങ്കുരമെവിടെ, സങ്കടമരുതേ മറിയാമേ, ആരും അവനെ എടുത്തില്ല, തീഗോളത്തെ ആരു തൊടും, കടലമേലാർ ചുവടുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ടെഡ് ദ 8th ഡേ, കർത്താവിൻ്റെ തിരുവുത്ഥാനത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന 8 ദിവസത്തെ ശുശ്രൂഷയുടെ 3ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. കുറച്ചു പേര് വളരെ താല്പര്യത്തോടെ ഇതിൽ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷം വീണ്ടും അറിയിക്കട്ടെ. ഞാൻ ഈ കുറച്ചു പേര് താല്പര്യത്തോടെ പങ്കെടുക്കുന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ജെനുവിനായിട്ട്. ഇന്നലെയൊക്കെ എനിക്ക് അയച്ചു കിട്ടിയ ഫോട്ടോസ് ടെഡിൻ്റെ നോട്ട് എഴുതിയിരിക്കുന്ന കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവേ, എൻ്റെ നോട്ടിന് പോലും അത്രയും ഭംഗിയില്ലല്ലോ ഈശോയെ. അത്രയും കാര്യമായിട്ട് അതിനെ കൃത്യമായിട്ട് എങ്ങനെയാണോ ആ ഫ്ലോ ഓഫ് ഐഡിയാസ് ഉള്ളത് അതുപോലെ തന്നെ അത് കൃത്യമായിട്ടൊക്കെ എഴുതി ഒരുങ്ങുന്നവർ. സന്തോഷം, നല്ല കാഴ്ചയാണത്. കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ ആനന്ദത്തിൽ ജീവിക്കാൻ നമുക്കൊരുങ്ങാം. ചിലരൊക്കെ കമൻറ്റിൽ ഇപ്പോഴേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, അച്ചോ ടെഡിൻ്റെ മാറ്ററും കൂടെ മിസ്സായി പോകാതിരിക്കാൻ അതും കൂടെ മാർഗത്തിൻ്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്താമോ എന്ന്. തീർച്ചയായിട്ടും അത് പരിഗണിക്കാം. അത് ഞാൻ പബ്ലിഷേഴ്സിനോട് സംസാരിക്കാം. മിക്കവാറും സാധ്യത അത് രണ്ടും രണ്ടായിട്ട് ചെറിയൊരു കൈപ്പുസ്തകം പോലെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നേ. ഹാൻഡ് ബുക്ക് ഓഫ് ഹോപ്പ് അല്ലെങ്കിൽ തോട്ട്സ് ഓൺ റിസറക്ഷൻ, ടെഡ് എന്ന പേരിൽ നമുക്കൊരു ചെറിയ പുസ്തകം വളരെ തുച്ഛമായ തുകയിൽ ചെറിയൊരു ബുക്കായിട്ട് ഹാൻഡ് ബുക്ക് പോലെ ഇറക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഐഡിയൽ. ഞാൻ ചോദിച്ച് തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, ഉറപ്പില്ല കേട്ടോ, നിങ്ങളിപ്പോൾ മാർഗം വേണ്ട ഒരു മാർഗം ഓർഡർ ചെയ്തേക്കാം. ഇനി മാർഗത്തിൻ്റെ പുസ്തകത്തിൽ, കാരണം ഓരോ പുസ്തകത്തിനും ഒരു പർപ്പസ് ഉണ്ടല്ലോ, അതത് സെർവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു യുണീക്നെസ്, അതിൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞത് വീണ്ടും വീണ്ടും അതേ കമൻറ്റ് വരാതിരിക്കാനാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, എന്താണ് നല്ലത് അത് നടക്കട്ടെ, അതുപോലെ വരും. യെസ്, നമുക്ക് 3ാം ദിവസത്തിലേക്ക് മെല്ലെ പ്രവേശിക്കാം. ഇന്ന് നമ്മൾ 1ാം നാളിൽ, ഇത് ഞാൻ പറഞ്ഞു, ഒരു എലവേറ്റഡ് ആണ്. നമ്മൾ അത്ര ഈ പ്രതലത്തിലൂടെയല്ല പോകുന്നത്, ഒരല്പം കൂടെ നമ്മൾ, കാരണം തിരുവുത്ഥാനം അത്രമേൽ ഗൗരവമുള്ളതായതുകൊണ്ട് അതിനെ അത്ര ഗൗരവത്തോടെ തന്നെ ഒട്ടും മായം ചേർക്കാതെ, വെള്ളം ചേർക്കാതെ നമ്മൾ സമീപിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തെ ദിവസം നമ്മൾ ശൂന്യമായ കല്ലറയും പുതിയ സൃഷ്ടിയും ഇന്നലെ വിജയവും ഒക്കെ ധ്യാനിച്ചു. വിക്ടറിയാണ്, പാപത്തിൻ്റെ മേൽ മരണത്തിൻ്റെ മേലുള്ള വിജയമാണെന്നൊക്കെ ധ്യാനിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ കുറേ കൂടെ അതിൻ്റെ ആന്തരികതയിലേക്ക് മെല്ലെ മെല്ലെ കയറാൻ പോവാണ്. ടുഡേ വി ട്രൈ ടു എൻറ്റർ ഇൻ ടു ദ ഇൻറ്റീരിയർ കോണ്ടംപ്ലേറ്റീവ് ലെവൽ. കുറേ കൂടെ അതിൻ്റെ ആന്തരികതയിലേക്ക്, ധ്യാനാത്മകമായ ഒരിടത്തിലേക്ക്, ഒരു കോണ്ടംപ്ലേറ്റീവ് സ്പേസിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും, ഉത്ഥാനം, റിസറക്ഷൻ ഈസ് ഓൾ അബൌട്ട് അൻ എൻകൗണ്ടർ. തിരുവുത്ഥാനം ഒരു കണ്ടുമുട്ടലാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റെക്കഗ്നൈസിങ് ദ റിസൺ ലോർഡ്, ഉയർത്തെഴുന്നേറ്റവനെ കണ്ട് തിരിച്ചറിയുക. റെക്കഗ്നൈസിങ് ദ റിസറക്റ്റഡ് ലോർഡ്, ഐസ് ദാറ്റ് ലേൺ ടു സീ അഗെയിൻ, വീണ്ടും കാണാൻ ഒരുങ്ങുന്ന കണ്ണുകൾ. അതാണ് നമ്മുടെ ധ്യാനം. അതായത് ഇന്നത്തെ ധ്യാനത്തെ മുഴുവൻ ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചാലുണ്ടല്ലോ, അതിനിങ്ങനെ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഉള്ളത് മുഴുവൻ മിസ്സായാലും ഈ വാക്യം വെച്ച്, ഈ താക്കോൽ വെച്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് അകത്തേക്ക് കയറാം. ഈ ടോക്ക് മുഴുവൻ മനസ്സിലാകും. ഇതാണ് താക്കോല്.
ഉയർത്തെഴുന്നേറ്റവൻ പഴയ ആളല്ല, അവൻ മാറി അല്ലേ? തിരുവുദ്ധാനം ചെയ്തവൻ ഹീസ് എ ട്രാൻസ്ഫോംഡ് വൺ. അവൻ രൂപാന്തരപ്പെട്ടവനാണ്, അവന് മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നവനെ കണ്ടു തിരിച്ചറിയാൻ നമ്മളും മാറേണ്ടതുണ്ട്. മാറ്റം വന്നവനെ കണ്ട് തിരിച്ചറിയാൻ നമ്മൾ മാറണം, നമ്മുടെ കാഴ്ച മാറണം. അതുവരെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇനി മാറണം. നമ്മൾ മാറിയില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാകില്ല. ഇതാണ് നമ്മുടെ തീം. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഈശോ ജീവനോടെ ഉണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ഹീസ് എലൈവ്. അവൻ ജീവനോടെ ഉണ്ട്, അവൻ ശിഷ്യന്മാരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, അവൻ സംസാരിക്കുന്നുണ്ട്, അവൻ നടക്കുന്നുണ്ട്, അവൻ അപ്പം മുറിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആയിട്ടും ദേ ഫെയിൽ ടു റെക്കഗ്നൈസ് ഹിം. അവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാണുന്നുണ്ട്, they were able to see someone, but they failed to recognize him as Jesus. അത് മേരി മഗ്ദലിന മറിയത്തിന് ഈശോയെ കണ്ടിട്ട് തോട്ടക്കാരനായിട്ട് തോന്നുന്നു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ടിട്ട് അപരിചിതനായിട്ട് തോന്നുന്നു. ഒപ്പം അപ്പസ്തോലന്മാർക്ക് തിബേരിയസ് തീരത്ത് ഈശോയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോകുന്നു. അപ്പോൾ ഒരു റെക്കഗ്നിഷൻ്റെ പ്രശ്നം കിടപ്പുണ്ട്. റെക്കഗ്നിഷൻ്റെ പ്രശ്നം ഇതിനാകമാനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, റിസറക്ഷൻ ഇസ് നോട്ട് ജസ്റ്റ് ജീസസ് ബീയിങ് എലൈവ്. കർത്താവ് ജീവനോടെ തിരികെ വന്നു എന്നതിനേക്കാൾ അപ്പുറത്ത്, അത് തീർച്ചയായിട്ടും തിരുവുദ്ധാനത്തിൻ്റെ മെയിൻ ആശയമാണ്. കർത്താവുത പൂർണ്ണമായും അവൻ ജീവനോടെ നമ്മുടെ മുമ്പിലേക്ക് തിരിച്ചു വരുന്നു, തിരുവുദ്ധാനം ചെയ്യുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ലേണിംഗ് ടു സീ ഇൻ എ ന്യൂ വേ, ഒരു പുതിയ രീതിയിൽ കാണാൻ നമ്മൾ ഒരുങ്ങാൻ തിരുവുദ്ധാനം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നം കർത്താവിൻ്റെ അസാന്നിധ്യമല്ല. നമ്മൾ പറയുന്ന വിചാരം കർത്താവ് ഇവിടെ ഒന്നും ഇല്ലെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അസാന്നിധ്യമാണ്. ക്രൈസ്റ്റ് ഈസ് ആബ്സെൻറ്റ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അവർ ഐസ് ആർ നോട്ട് ട്രാൻസ്ഫോംഡ് ടു സീ ഹിം. നമ്മുടെ ചാരത്തുള്ള കർത്താവിനെ, എമ്മാവുസിലേക്ക് ശിഷ്യന്മാരെ പോലെ കൂടെ നടക്കുന്ന കർത്താവിനെ തിരിച്ചറിയാൻ തക്കവിധം കണ്ണ് തുറക്കുന്നില്ല നമ്മുടേത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നമ്മൾ പിന്നെ പറയും, ഒരു മൂടുപടം, ഒരു ആവരണം നമ്മുടെ കണ്ണുകൾക്ക് മേൽ കിടപ്പുണ്ട്. അപ്പോൾ തിരുവുദ്ധാനം മനസ്സിലാകണമെങ്കിൽ നമ്മളും ട്രാൻസ്ഫോം ചെയ്യപ്പെടണം, നമ്മുടെ കാഴ്ച തെളിയണം. തിരുവുദ്ധാനം കർത്താവിൻ്റെ ശരീരത്തെ ട്രാൻസ്ഫോം ചെയ്തു എന്നത് മാത്രമല്ല, നമ്മുടെ കാഴ്ചയെ കൂടെ ട്രാൻസ്ഫോം ചെയ്യണം. അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ ആ ത്രെഡ് തന്നെ അതായിരുന്നു. തിരുവുദ്ധാനം കർത്താവിനെ മാറ്റി, കർത്താവ് മാറിയവനെ കാണണമെങ്കിൽ നമ്മളും മാറണം. ടു റെക്കഗ്നൈസ് ദ റിസൺ ലോർഡ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട് തിരിച്ചറിയണമെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യണം. എവിടുന്ന് എങ്ങോട്ട്? ഫ്രം സൈറ്റ് ടു ഫെയ്ത്ത്. കാഴ്ചയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഒരു യാത്ര ചെയ്യണം. കാഴ്ചയിൽ നിന്ന് 33 വയസ്സ് വരെ 33 വർഷം ഈ മണ്ണിൽ നടന്നവൻ, കുരിശു മരണത്തോളം എത്തിയവനെ കാണാൻ കണ്ണുണ്ടായ മതിയായിരുന്നു. കണ്ണുള്ള ആർക്കും കാണാമായിരുന്നു. അതുകൊണ്ട് ഫരിസേയർ കണ്ടു, നിയമജ്ഞർ കണ്ടു, പീലാത്തോസ് കണ്ടു, അവരൊക്കെ കണ്ടു. അതിന് കണ്ണുണ്ടായ മതി. പക്ഷെ ഉയർത്തെഴുന്നേറ്റവനെ കാണണമെങ്കിൽ ഇനി കണ്ണു പോരാ, വിശ്വാസം വേണം. ഫ്രം സൈറ്റ് ടു ഫെയ്ത്ത്, കാഴ്ചയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് യാത്ര ചെയ്യാൻ തിരുവുദ്ധാനം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഫെമിലിയാരിറ്റി ടു റെവലേഷൻ, പരിചിതത്വത്തിൽ നിന്ന് വെളിപാടിലേക്ക് യാത്ര ചെയ്യണം. മഗ്ദലന മറിയത്തിന് ഈശോയെ അറിയാമായിരുന്നു. എമ്മാവുസിലെ ശിഷ്യന്മാർക്ക് ഈശോയെ അറിയാമായിരുന്നു. പത്രോസിനും കൂട്ടർക്കും ഈശോയെ അറിയാമായിരുന്നു. എന്താ സംശയമുള്ളത്? ഫെമിലിയാരിറ്റി, വളരെ പരിചയമുള്ള ആളായിരുന്നു. പക്ഷേ ആ പരിചയത്തിനപ്പുറത്ത് ഒരു വെളിപാടിലേക്ക് വളരണം. ആ വെളിപാട് കിട്ടാതെ ഈശോയെ തിരിച്ചറിയാൻ പറ്റില്ല. മൂന്നാമത്തത്, ബാഹ്യമായ കാഴ്ചയിൽ നിന്ന് ആന്തരികമായൊരു അറിവിലേക്കുള്ള വളർച്ച. എക്സ്റ്റീരിയർ സീയിങ് ടു ഇൻറ്റീരിയർ നോയിങ്. ഇത് തിരുവുദ്ധാനം ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 3-ാമത്തെ ദിവസം ടെഡിൽ ദ 8th ഡേയിൽ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കേ, ഈശോയുടെ തിരുവുദ്ധാനത്തിൻ്റെ രഹസ്യത്തെ കഴിഞ്ഞ 2 ദിവസം ധ്യാനിച്ചെങ്കിൽ ആ തിരുവുദ്ധാനം നമ്മളിൽ നിന്ന് ക്ഷണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പുതിയ കാഴ്ച, ഒരു പുതിയ വേ ഓഫ് പെർസീവിങ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണണം. ഇതിനകത്തെ ട്രാജഡി എന്താണെന്ന് വെച്ചാൽ, ക്രൈസ്റ്റ് ഈസ് നോട്ട് ഹിഡൻ. മിശിഹ മറഞ്ഞിരിക്കുകയല്ല, മറിച്ച് ഹീ ഈസ് പ്രസൻറ്റ് ആൻഡ് ഹീ ഈസ് ലെഫ്റ്റ് അൺറെക്കഗ്നൈസ്ഡ്. ഇതാണ് ഇന്നും തിരുവുദ്ധാനത്തിൻ്റെ ജനതയ്ക്ക് ഇന്നും സംഭവിക്കുന്നത്. മിശിഹ മറഞ്ഞിരിക്കുകയല്ല, മറിച്ച് മിശിഹ സന്നിഹിതനാണ്. സന്നിഹിതനായവനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ യാത്രയാണ്. അത് തിരുവചന ഭാഗം, പഴയ നിയമം, പൗലോസ്ലീഹ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്
ഒക്കെ പറഞ്ഞ് ഈ യാത്ര നമ്മുടെ കാഴ്ച തെളിയണം, കാഴ്ച മാറണം, തിരുവുദ്ധാനത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ. നമ്മുടെ വചനഭാഗം 3 ഭാഗങ്ങളാണ്. ഞാനത് മെൻഷൻ ചെയ്യാം, നിങ്ങളത് കുറിച്ചെടുക്കുക, സൗകര്യം പോലെ വായിക്കുക. ഒന്നാമത്തത് ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഇന്ന് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഒന്നുകൂടെ അത് വായിക്കണം. അപ്പോൾ പരിചിതനായ ഈശോ ഇവർക്ക് അപരിചിതനായി കാണപ്പെടുന്നു. കുറേ കഴിയുമ്പോൾ ഇവരുടെ കണ്ണ് തുറക്കപ്പെടുന്നു, ജ്വലിക്കുന്നു, ഹൃദയം ജ്വലിക്കുന്നു, കണ്ണ് തുറക്കപ്പെടുന്നു, മിശിഹായെ കാണുന്നു. അതാണ് നമ്മൾ പറഞ്ഞ കാഴ്ച തെളിയണം. മിശിഹായെ ഉയർത്തെഴുന്നേറ്റവനെ കാണണമെങ്കിൽ കാഴ്ച തെളിയണം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 14 മുതൽ 16 വരെ. ജോൺ ചാപ്റ്റർ 20 വേഴ്സസ് 14-16. മേരി മഗ്ദലിന മറിയത്തിന് ഈശോയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയത്. ജോൺ ചാപ്റ്റർ 21 വേഴ്സ് 4. തിബേരിയസ് തീരത്ത് ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇത് 3 വായിക്കണേ. ഇത് 3 വായിക്കുന്നതാണ് ഇന്നത്തെ ഹോംവർക്ക്. ദ ബേസിക് ഹോംവർക്ക് അതാണ്. വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ടെഡിലൂടെ യാത്ര ചെയ്യുന്നവർ ഈ 3 ഭാഗം സമാധാനത്തോടെ എപ്പോഴെങ്കിലും വായിക്കണം. വായിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണം. നമ്മൾ തിരിച്ചറിയുന്നത് റെക്കഗ്നൈസിങ് ദ റിസറക്റ്റഡ് വൺ ഈസ് നോട്ട് ഓട്ടോമാറ്റിക്, ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. അത് ആർക്കും സംഭവിക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒന്നല്ല ഉയർത്തെഴുന്നേറ്റവനെ കാണുന്നത്. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ഈശോയെ അന്ന് അപ്പം കഴിച്ച 5000 പേര് കണ്ടിട്ടുണ്ട്. കുരിശിൻ്റെ കീഴെ നിന്ന് എല്ലാവരും, ആ വഴിയരികിൽ നിന്നവരൊക്കെ, ഓശാന ഗീതകൾ ആലപിച്ചവരൊക്കെ കർത്താവിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉദ്ധിതനെ കാണണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതല്ല, അത് കൃപയാലെ സംഭവിക്കേണ്ടതാണ്. പഴയ നിയമത്തിലേക്ക് വരാം. പഴയ നിയമത്തിൽ ഒരു 4-5 ഭാഗങ്ങൾ വേഗം മെൻഷൻ ചെയ്യാം. സമയം പോലെ വായിക്കുക, ധ്യാനിക്കുക. ഒന്നാമത്തത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശ കത്തുന്ന മുൾപടർപ്പിൽ കർത്താവിനെ കാണുന്നുണ്ട്. കത്തുന്ന മുൾപടർപ്പിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗോഡ് ഈസ് പ്രസൻറ്റ് ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റുഡ്. ദൈവസാന്നിധ്യമുണ്ട്, പക്ഷെ വേഗം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഈ മുൾപടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ അത് ചാമ്പലായി പോകുന്നില്ല. അതായത് ഗോഡ്സ് പ്രസൻസ് ഈസ് റിയൽ. ദൈവത്തിൻ്റെ സാന്നിധ്യം യാഥാർത്ഥ്യമാണ്, അപ്പോഴും മിസ്റ്റീരിയസ് ആണ്, രഹസ്യാത്മകമാണ്. കത്തുന്ന മുൾപടർപ്പ് ചാമ്പലായി ചാരമായി പോകുന്നില്ല, രഹസ്യമാണത്. അതുപോലെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ അത് രഹസ്യാത്മകമാണ്, അത് മിസ്റ്റീരിയസ് ആണ്. ഉദ്ധാനത്തിലും ക്രൈസ്റ്റ് ഈസ് പ്രസൻറ്റ് ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ്ഡ്. കത്തുന്ന മുൾപടർപ്പിൽ ദൈവസാന്നിധ്യമുണ്ട്, പക്ഷെ പെട്ടെന്ന് മനസ്സിലാകുന്ന തന്നെ അത് മറയാണ്, രഹസ്യമാണ്. ഉദ്ധാനത്തിലും അത് തന്നെയാണ്. മിശിഹ സന്നിഹിതനാണ്. ഉദ്ധാനത്തിന് ശേഷം മിശിഹ നമുക്കിടയിൽ സന്നിഹിതനാണ്, ബട്ട് നോട്ട് ഈസിലി റെക്കഗ്നൈസ്ഡ്. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. രണ്ടാമത്തത് അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:15, ഐസയ 45:15. അവിടെ നമ്മൾ കാണുന്നത് ഗോഡ് ഈസ് നോട്ട് ആബ്സെന്റ് ബട്ട് ഹിഡൻ ഇൻ റെവലേഷൻ. ദൈവം വെളിപാടിൽ മറഞ്ഞിരിക്കുകയാണ്. ഇതേ പാറ്റേൺ ആണ്. ദൈവം സന്നിഹിതനാണ് നമുക്കിടയിൽ, പക്ഷെ ഒരു വെളിപാടിൽ അത് മറഞ്ഞിരിക്കുകയാണ്. ആ വെളിപാട് നമ്മളിലേക്ക് എത്തുമ്പോൾ, അത് സ്വീകരിക്കാൻ കൃപ നമ്മളിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ സന്നിഹിതനായിരിക്കുന്നവനെ കാണാൻ നമ്മുടെ കണ്ണ് തെളിയത്തുള്ളൂ. മൂന്നാമത്തത് അത് വളരെ എവിഡൻ്റ് ആണ്. ജനസിസ് 18, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അപരിചിതരായ 3 പേർക്ക് ആതിഥേയത്വം അരുളിയ അബ്രാഹം. 3 വിസിറ്റേഴ്സ് വരുന്നു, അവരെ അബ്രാഹം സ്വീകരിക്കുന്നു. അബ്രാഹത്തിന് മനസ്സിലാകുന്നില്ല, ഡിവിനിറ്റി ഇസ് മിസ്റ്റീരിയസ്. അവർ ദൈവമനുഷ്യരാണ്, ദൈവീകരാണ്, പക്ഷെ അത് അബ്രാഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ അബ്രാഹം ചെയ്യുന്ന എന്താ? അബ്രാഹം അവരെ കണ്ടുമുട്ടുന്നു, അവർക്ക് ആതിഥേയത്വം നൽകുന്നു, ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ മിശിഹായെ ദർശിക്കാനുള്ള മാർഗം കണ്ടുമുട്ടലുകളുടെ ഇടങ്ങളിലായിരിക്കുക, കർത്താവിന് ആതിഥേയത്വം അരുളുക, കർത്താവിന് വേണ്ടി വീടൊരുക്കുക, ഹൃദയമൊരുക്കുക. മെല്ലെ ആ ഡിവിനിറ്റി വെളിപ്പെട്ട് കിട്ടും, ആ ദൈവത്വം നമ്മൾ അനുഭവിക്കും. അതാണ് അബ്രാഹം ഈ 3 അപരിചിതർക്ക് വിരുന്നൊരുക്കുന്ന രംഗം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. അടുത്തത് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 24-30, ജനസിസ് ചാപ്റ്റർ 32 വേഴ്സസ് 24-30. അവിടെ യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്ന, യാബോക്ക് നദിക്കരയിൽ യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്ന ഒരു രംഗമുണ്ട്. അവിടെയും ഈ റെക്കഗ്നിഷൻ, ഈ വെളിപ്പെടുത്തൽ, ഈ തിരിച്ചറിവ് 2 പ്രത്യേകത. ഒന്ന്, അത് വൈകുന്നു, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്, ഇരുട്ട്, രാത്രി, ഗെറ്റിംഗ് ലേറ്റ്. 2, അതൊരു മൽപ്പിടുത്തമാണ്, ഒരു സ്ട്രഗിൾ ഉണ്ടെന്ന് ഇതിനകത്ത്. കർത്താവിനെ ഉയർത്തെഴുന്നേറ്റവനെ കണ്ട് തിരിച്ചറിയാൻ, ദൈവദർശനം ലഭിക്കാൻ ഒരു സ്ട്രഗിൾ ഉണ്ട്. അത് നമ്മുടെ മനുഷ്യബുദ്ധിയാലെ, നമ്മുടെ നേത്രങ്ങളാലെ സാധ്യമല്ല, അത് കൃപയാലെ നമുക്ക് ലഭിക്കുന്നതാണ്.
അതിന് നമ്മളും നമ്മളെ തന്നെ ഒരുക്കണം, ട്രാൻസ്ഫോംഡ് വണ്ണിനെ, രൂപാന്തരപ്പെട്ടവനെ കണ്ട് തിരിച്ചറിയാൻ. ഇനി ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഈ പറയുന്ന ആശയം എല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജ്ഞാനം 6 അധ്യായം 12-16, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 6 വേഴ്സസ് 12-16. അതിങ്ങനെയാണ്, നല്ല സുന്ദരമായ വാക്യം. പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നവരൊക്കെ ഈ വാക്യം പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ്. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു, അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. ജ്ഞാനത്തെ തേടുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു, അവളെ തേടുന്നവർ അവളെ കണ്ടെത്തുന്നു. അവളെ തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. ജ്ഞാനം മിശിഹ തന്നെയാണ്. തന്നെ അഭിലഷിക്കുന്നവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്താൻ ജ്ഞാനം തിടുക്കം കൂട്ടുന്നു. തന്നെ അന്വേഷിക്കുന്നവർ കണ്ടെത്തും. സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റവനെ കാണാൻ അതൊരു കേവല കാഴ്ചയല്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുക്കം വേണമെന്നാണ്. പൗലോസ്ലീഹ ഇത് പറഞ്ഞു തരുമ്പോൾ കുറെ കൂടെ നമുക്ക് മനസ്സിലാകും. ചില ഭാഗത്ത് പൗലോസ്ലീഹയുടെ അല്പം കട്ടിയാണ്, പക്ഷെ ഇവിടെ പൗലോസ്ലീഹ ഇത് പറയുന്നത് ഈ ഉത്ഥാനത്തിൻ്റെ കാഴ്ച, കർത്താവിൻ്റെ ഈ സെക്കൻഡ് ഘട്ടം, അവൻ 33 വർഷം ഭൂമിയിൽ ജീവിച്ചതിന് ശേഷമുള്ള അവൻ്റെ ഘട്ടത്തിൽ, ഉത്ഥാനത്തിൻ്റെ ഈ കാലത്ത് കർത്താവിനെ കണ്ട് തിരിച്ചറിയാനുള്ള മാർഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് റിസറക്ഷൻ ട്രാൻസ്ഫോംസ് നോട്ട് ഓൺലി ക്രൈസ്റ്റ് ബട്ട് അവർ മോഡ് ഓഫ് നോയിങ്. പൗലോസ്ലീഹയുടെ ഒരു മെയിൻ ആശയം ഇതാണ്. തിരുവുത്ഥാനം മാറ്റിയത് കർത്താവിനെ മാത്രമല്ല, അറിയുന്ന രീതികളെ, നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്ന രീതികളെ തന്നെ മാറ്റിക്കളഞ്ഞു. ഒന്നാമത്തത്, ഇനി ഈ ഫിസിക്കൽ കാറ്റഗറീസ് വെച്ച് മാനുഷികമായ രീതിയിൽ നമുക്ക് കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ കാലം കഴിഞ്ഞു. അത് 33 വർഷമായിരുന്നു. മാനുഷിക രീതികളുടെ കാലം കഴിഞ്ഞു. അത് മനസ്സിലാക്കാൻ 2 കോറിന്തോസ് 5:16, 2 കോറിന്തോസ് 5 അധ്യായം 16 വാക്യം, 2 കോറിന്തോസ് 5 ഇങ്ങനെയാണത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ മിശിഹായെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ഒരിക്കൽ അവൻ ശരീരത്തിൽ, അവൻ്റെ കുരിശുമരണം വരെയുള്ള 33 വർഷക്കാലം അവൻ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത്, ഭൂമിയിൽ നടന്ന കാലത്ത് അവനെ നമ്മൾ മാനുഷികമായി വീക്ഷിച്ചു. ഇനി ആ മാനുഷിക വീക്ഷണത്തിൻ്റെ കാലം കഴിഞ്ഞു. ആ ഹ്യൂമൻ കാറ്റഗറീസിൻ്റെ കാലം കഴിഞ്ഞു. അടുത്തത്, ഇനി നമ്മൾ എങ്ങനെയാണ് അപ്പോൾ കർത്താവിനെ മനസ്സിലാക്കുന്നത്? അത് ബൗദ്ധികമായിട്ടല്ല. ഉടനെ നമ്മൾ ഓർത്തേക്കരുത് ആ മാനുഷികമായ കാഴ്ചപ്പാട് കഴിഞ്ഞ് ഇനി ബുദ്ധി ഉപയോഗിച്ച് കർത്താവിനെ മനസ്സിലാക്കാം. നോ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ഇന്റലക്ച്വൽ എഫേർട്ട്. മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കപ്പെടണം. ഉയർത്തെഴുന്നേറ്റവനെ കണ്ട് തിരിച്ചറിയാൻ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കപ്പെടണം. അതാണ് എഫേസോസ് ലേഖനം 1 അധ്യായം 18 വാക്യം. എഫേസോസ് 1:18. അവിടെ നമ്മൾ വായിക്കുന്നത്, ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ലെറ്റ് ഗോഡ് ഇല്ലൂമിൻ യുവർ ഇന്റീരിയർ ഐസ്. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്ന അനുഭവം കിട്ടിയാലാണ് 2 കാര്യങ്ങൾ ഉയർപ്പിൻ്റെ സമ്മാനമായത്. ഒന്ന്, വരച്ചിട്ടേണ്ട വാക്ക്, ഏത് തരത്തിലുള്ള പ്രത്യാശയെ മനസ്സിലാക്കാൻ, കർത്താവിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയെ മനസ്സിലാക്കാൻ ഈ ആന്തരിക നേത്രം പ്രകാശിക്കപ്പെടണം. 2, മഹത്വത്തിൻ്റെ സമൃദ്ധി, ദ അബണ്ടൻസ് ഓഫ് ഗ്ലോറി, അതിനെ മനസ്സിലാക്കാൻ ആന്തരിക നേത്രം പ്രകാശിക്കപ്പെടണം. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോഴുണ്ടല്ലോ, കർത്താവിലേക്ക് തിരിയുമ്പോൾ, വെൻ വി റിയലി സീക്ക് ഗോഡ്, എന്ന് സംഭവിക്കുന്ന അറിയാമോ? നമുക്കൊരു മറയുണ്ട്, ആ മറ അങ്ങ് മാഞ്ഞു പോകും. ഒരു മാനുഷിക മറയുണ്ട്, നമുക്ക് ഒരു മൂടുപടമുണ്ട്, ആ മൂടുപടം മാറും. അതെവിടെയാണുള്ളത്? 2 കോറിന്തോസ് 3:16. 2 കോറിന്തോസ് 3:16 ഇങ്ങനെയാണത്. 15-16 വായിക്കാം. ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. ആ മൂടുപടം നീക്കിയാലാണ് ഉയർത്തെഴുന്നേറ്റവനെ കാണാൻ പറ്റുന്നത്. അതിന് കർത്താവിലേക്ക് തിരിയണം, ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കപ്പെടണം. മാനുഷികമായ കാറ്റഗറീസിൻ്റെ കാലം കഴിഞ്ഞു. അതാണ് ഇനി വിശ്വാസത്തിൻ്റെ കാഴ്ച. ഇതിനെല്ലാം കൂടെ പറയുന്നതാണ് വിശ്വാസത്തിൻ്റെ കാഴ്ച. വിശ്വാസം അന്ധതയല്ല കേട്ടോ. 2 കോറിന്തോസ് 5:7, 2 കോറിന്തോസ് 5:7 ഇങ്ങനെയാണത്. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. കാഴ്ചയുടെ കാലം കഴിഞ്ഞു. ഇനി വിശ്വാസത്തിൻ്റെ കാലമാണ്. ഇന്നും
കാഴ്ചയ്ക്ക് പുറകെ ഓടുന്നവർ ഓർക്കണേ, കാഴ്ചയുടെ കാലം കഴിഞ്ഞു, ഇനിയുള്ളത് വിശ്വാസത്തിൻ്റെ കാലമാണ്. അപ്പോൾ വിശ്വാസം എന്താ? വിശ്വാസം അന്ധതയല്ല, വിശ്വാസം ഉപരിയായ കാഴ്ചയാണ്. കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറത്തുള്ള കാഴ്ചയുടെ അനുഭവമാണ് വിശ്വാസം. ഹയർ ഫോം ഓഫ് സീയിങ് ആണ്. ഹയർ ഫോം ഓഫ്, ഡോണ്ട് എക്സ്പ്ലെയിൻ ഫെയ്ത്ത് ആസ് ബ്ലൈൻഡ്നെസ്, ബട്ട് ഇറ്റ് ഈസ് ഹയർ ഫോം ഓഫ് സീയിങ്. ഉയർന്ന കാഴ്ചയാണ്. അപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ ഈ 4 ആശയങ്ങൾ, ഈ പൗലോസ്ലീഹയുടെ സുന്ദരമായ പഠിപ്പിലത് ഈ പറയുന്ന വിഷയം, ഈ കാഴ്ച, ഉദ്ധിതനെ കാണാൻ. അപ്പോൾ ആ 4 കാര്യങ്ങൾ കിട്ടിയെന്ന് നോക്കിക്കേ. കിട്ടിയെങ്കിൽ അതൊന്ന് വീണ്ടും കുറിച്ചിട്ടേക്ക്. പിതാക്കന്മാരിലേക്ക് പോകാം. അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നത്, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ കർത്താവിനെ കാണാൻ അവരെപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടില്ല, അവർ ഒരുക്കപ്പെട്ടിട്ടില്ല, നോട്ട് യെറ്റ് റെഡി. അതിൻ്റെ കാരണം അവർ പുറമേ നോക്കുകയാണ്, അവർ ഉള്ളിലേക്ക് നോക്കുന്നില്ല, അവരുടെ കണ്ണുകൾ അകത്തേക്ക് പോകുന്നില്ല, പുറമെ ബാഹ്യപരതയാണ് തേടുന്നത്. പിന്നെ മെല്ലെയാണ് ഈ തിരിച്ചറിവ് വരുന്നത്. അപ്പോൾ ഈ അഗസ്തിനോസ് പുണ്യാളൻ്റെ ഭാഷയിൽ, സഭാപിതാവായ അഗസ്തിനോസിൻ്റെ ഭാഷയിൽ ഈ റെക്കഗ്നിഷൻ നടക്കുന്നത് 3 ഘട്ടങ്ങളിലാണ്. ഒന്ന്, സ്ക്രിപ്ചർ ഈസ് ഓപ്പൺഡ്, വചനം തുറക്കപ്പെടുന്നു. 2, ഹാർട്ട് ഈസ് ബേണിംഗ്, ഹൃദയം ജ്വലിക്കാൻ തുടങ്ങുന്നു. 3, യുക്കരിസ്റ്റ്, എൻകൗണ്ടറിങ് യുക്കരിസ്റ്റ്, പരിശുദ്ധ കുർബാന കാണുന്നു. നമ്മുടെ ഓരോ കുർബാനയിലും നടക്കുന്നതാ. വചനം തുറക്കപ്പെടുന്നു, വചന വ്യാഖ്യാന നേരത്ത് ഹൃദയം ജ്വലിക്കുന്നു, അതിനെ തുടർന്ന് അപ്പം മുറിക്കുന്നു, നമ്മൾ ഉദ്ധിതനെ കാണുന്നു. ഓരോ പരിശുദ്ധ കുർബാന അർപ്പണവും ഉദ്ധിതനെ ദർശിക്കുന്ന അനുഭവമായിട്ട് മാറണം. ഗ്രിഗറി ദ ഗ്രേറ്റ്, സഭാപിതാവായ ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നതും ഇത് തന്നെയാണ്. നീഡ് ടു ബി ഇന്റീരിയർലി ട്രാൻസ്ഫോംഡ്. ആന്തരികമായൊരു മാറ്റം വന്നാലാണ് മാറ്റം വന്നവനെ കാണാൻ നമ്മുടെ കണ്ണ് തെളിയുന്നത്. ക്രിസോസ്റ്റോം പിതാവ് പറയുന്നു, കർത്താവ് ഈ രഹസ്യാത്മകതയില്ലേ, ഉദ്ധാനത്തിൻ്റെ രഹസ്യാത്മകത, എളുപ്പത്തിൽ അങ്ങോട്ട് എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടാത്ത ഈ രഹസ്യാത്മകത, അതിനെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ത്? ഡിപ്പെൻഡൻസ് ഓൺ ഫെയ്ത്ത് റാദർ ദാൻ സൈറ്റ്. കാഴ്ചയ്ക്കപ്പുറത്ത് വിശ്വാസത്തിൽ ആശ്രയിക്കാൻ കർത്താവ് ഈ കാലത്ത് നമ്മളെ ഒരുക്കുന്നതാണെന്ന് ഈ രഹസ്യത്തിലൂടെ. കാഴ്ചയ്ക്കപ്പുറത്ത് വിശ്വാസത്തിൽ ആശ്രയിക്കുക. സഭയുടെ പഠിപ്പീർ CCC 646 ഇതിനെക്കുറിച്ച് പറയുന്നത്, കർത്താവിൻ്റെ തിരുവുദ്ധാനത്തെ മനസ്സിലാക്കേണ്ടത് നോട്ട് ജസ്റ്റ് റിട്ടേൺ ടു എർത്ത്ലി ലൈഫ് ബട്ട് എ ന്യൂ മോഡ് ഓഫ് എക്സിസ്റ്റൻസ്. ഭൂമിയിലെ ജീവിതത്തിലേക്ക് അവൻ തിരികെ വന്നു എന്ന് മനസ്സിലാക്കിയാൽ പോരാ, മറിച്ച് അസ്തിത്വത്തിൻ്റെ, ആയിരിക്കുന്നതിൻ്റെ ഒരു പുതിയ അവസ്ഥയിലേക്ക് കർത്താവ് മാറ്റപ്പെടുകയാണ്. അങ്ങനെ പുതിയ അവസ്ഥയിലേക്ക് മാറിയ കർത്താവിനെ മനസ്സിലാക്കാൻ നമ്മളും എലവേറ്റ് ചെയ്യണം. നമ്മളും ആ പുതിയ അവസ്ഥയിലേക്ക്, ട്രാൻസ്ഫോംഡ് കാഴ്ചയിലേക്ക് നമ്മളും മാറിയ ഒരു കാഴ്ചയിലേക്ക് നമ്മളും വരണം. CCC 647 പറയുന്നത്, എൻകൗണ്ടർ വിത്ത് റിസൺ ലോർഡ്, അത് റിയലാണ് ബട്ട് റിക്വയർസ് ഫെയ്ത്ത്. അതൊരു മായ അല്ല, അതൊരു ഇല്യൂഷനല്ല. ഉയർത്തെഴുന്നേറ്റവനെ കാണുന്നത് ഒരു ഇല്യൂഷനൊന്നുമല്ല, അത് റിയലാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം അനുഭവിക്കണമെങ്കിൽ വിശ്വാസം കൂടിയേ തീരൂ. അപ്പോൾ നമ്മൾ ഈ ആദ്യം പറഞ്ഞില്ലേ ഒരു ഒറ്റ വരി, അത് തന്നെ വീണ്ടും വീണ്ടും ഈ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ കുറച്ചുകൂടെ സിമ്പിളാക്കി തരാം. ന്യൂ വേ ഓഫ് പ്രസൻസ് റിക്വയർസ് ന്യൂ വേ ഓഫ് റെക്കഗ്നിഷൻ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഒറ്റ ആരോയിൽ ഇത് കണക്ട് ചെയ്യാം. ന്യൂ വേ ഓഫ് പ്രസൻസ്, ഈശോയുടെ സാന്നിധ്യം പുതിയ രീതിയാണ്. ന്യൂ വേ ഓഫ് പ്രസൻസ്. ആരോ? ന്യൂ വേ ഓഫ് റെക്കഗ്നിഷൻ. പുതിയ രീതിയിൽ ആയിരിക്കുന്നവനെ കാണാൻ പുതിയ കാഴ്ച വേണം, പുതിയ തിരിച്ചറിവ് വേണം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നത്, ഈ വാക്ക് നല്ലതാണ്, അത് അങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. പിതാവിൻ്റെ ചില വാക്കുകൾ ക്ലാസിക്കൽ. റിസറക്ഷൻ ഈസ് എ ക്വാളിറ്റേറ്റീവ് ലീപ്പ്. ഗുണപരമായ ചാട്ടമാണ് തിരുവുദ്ധാനമെന്ന്. അതായത് നമ്മുടെ ക്വാളിറ്റി മാറുകയാണ്. കർത്താവിൻ്റെ ക്വാളിറ്റി മാറി, അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്വാളിറ്റി മാറുന്നു. റിസറക്ഷൻ ഈസ് എ ക്വാളിറ്റേറ്റീവ് ലീപ്പ് ചാട്ടം, ക്വാളിറ്റേറ്റീവ് ഗുണപരമായ. തിരുവുദ്ധാനം ഗുണപരമായ ഒരു ചാട്ടമാണ്, നമ്മുടെ നിലവാരത്തെ മാറ്റിക്കളയുന്ന ഒരു ചാട്ടമാണ് തിരുവുദ്ധാനം. അപ്പോൾ ഈ തിരുവുദ്ധാനം കാണണമെങ്കിൽ കൃപയാലെ മാത്രമേ സാധ്യതയുള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നത്, മിശിഹ ഇവിടെ ഇല്ലെന്ന് പറയാനുള്ള ടെൻഡൻസി കൂടും നമുക്ക്. അത് മാർപ്പാപ്പയുടെ ശൈലിയിൽ പറഞ്ഞു തരികയാണ്. അതായത് നമ്മുടെ കണ്ണിൽ കാണുന്നില്ല, നമ്മുടെ കണ്ണിൽ കാണാത്തത് കൊണ്ട് കർത്താവില്ല എന്ന് പറയാനുള്ള പ്രവണത കൂടുന്നു.
അപ്പോൾ പിതാവ് പറയുകയാണ്, വി ആർ ലിവിങ് ഇൻ എ ഡിസ്ട്രാക്റ്റഡ് നോയ്സി വേൾഡ്. വ്യഗ്രതയുള്ള ബഹളമയമായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ തിരിച്ചറിയണം, കർത്താവ് നമ്മുടെ ചാരത്തുണ്ട്. കാണാൻ തക്കവിധം നിന്റെ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് നിനക്ക് ആ ദർശനം ലഭിക്കാതെ പോകുന്നതെന്ന് തിരിച്ചറിയണം. ഇതിനോട് ചേർത്ത് ഇതിനകത്തൊരു കൗതാശിക മാനമുണ്ട് കേട്ടോ. ഈ മൂന്നിടങ്ങൾ ഒരു കൂതാശപരമായ കണ്ടുമുട്ടൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത്? മഗ്ദലന മറിയത്തിന് ഈശോയെ മനസ്സിലായത് കർത്താവിൻ്റെ വാക്ക് കേട്ടപ്പോൾ. അപ്പോൾ ഈശോയെ കാണാനുള്ള മാർഗം എന്താ? വചനം, ഹോളി സ്ക്രിപ്ചർ, കർത്താവിൻ്റെ വാക്ക്. എമ്മാവുസിലെ ശിഷ്യന്മാർക്ക് ഈശോയെ കാണാനുള്ള മാർഗം എന്തായിരുന്നു? ഹോളി യൂക്കറിസ്റ്റ്. അപ്പോൾ ഹോളി സ്ക്രിപ്ചർ, ഹോളി യൂക്കറിസ്റ്റ്, ആൻഡ് ഫൈനലി തിബേരിയസ് തീരത്ത് ശിഷ്യന്മാർ ഈശോയെ കണ്ടെത്തുന്നത് സഭയിൽ, കൂട്ടായ്മയിൽ. അപ്പോൾ സഭയാണ് ഈശോയെ കാണാനുള്ള മൂന്നാമത്തെ മാർഗം. അപ്പോൾ ഉദ്ധിതനെ നമ്മളിനി കണ്ണിലല്ല കാണേണ്ടത്, തിരുവചനത്തിൽ, പരിശുദ്ധ കുർബാനയിൽ, തിരുസഭയിൽ കർത്താവിനെ കണ്ടുമുട്ടണം. ഇനി നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ മിശിഹ ഇങ്ങനെ വെളിപ്പെടുന്നുണ്ട് കേട്ടോ. ഭാര്യയിൽ, ഭർത്താവിൽ, മക്കളിൽ, മാതാപിതാക്കളിലൊക്കെ മിശിഹ വെളിപ്പെടുന്ന നേരമുണ്ട്. കോളേജിൽ പോകാൻ വേണ്ടി നിനക്ക് കോളേജിൽ പോകണം, അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകണം, അതിരാവിലെ എഴുന്നേറ്റ് പുലർച്ചെ പ്രഭാതത്തിൽ പ്രാതൽ ഒരുക്കിത്തരുന്ന അമ്മയിൽ മിശിഹായുണ്ട്, ഉദ്ധിതനുണ്ട്. വയ്യാതെ കിടക്കുന്ന നേരത്ത് നമുക്കൊരു ചൂട് കഞ്ഞി, അല്പം ചൂടുവെള്ളം കൊണ്ട് തരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവനിൽ, പ്രിയപ്പെട്ടവളിൽ മിശിഹായുണ്ട്. പക്ഷെ പ്രശ്നം, അങ്ങനെ മിശിഹായെ നമ്മുടെ ചുറ്റുപാടും കാണണമെങ്കിൽ കൃപയുള്ളൊരു കണ്ണ് വേണം നമുക്ക്. അതില്ലാത്തത് കൊണ്ട് ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ ചാരത്തുള്ളപ്പോഴും, നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ ഉദ്ധിതൻ വെളിപ്പെടുമ്പോഴും കാണാത്ത വിധം ഒരു മൂടുപടം നമ്മളെ മറയ്ക്കുന്നു. കൃപയുടെ കാഴ്ചയില്ലാത്തത് കൊണ്ട്, മാനുഷികമായ രീതിയിൽ മാത്രം കാര്യങ്ങളെ വിലയിരുത്തുന്നത് കൊണ്ട് സുന്ദരമായ ഉദ്ധാനത്തിൻ്റെ അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. കൃപയുടെ കണ്ണുകൾ കൊണ്ട് ഉദ്ധാനത്തിൻ്റെ കാഴ്ചകളെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ പറ്റണം. യുവജനങ്ങളോട് പറയാനുള്ളത്, ഡിയർ യൂത്ത്, നിങ്ങൾ ചോദിക്കുന്നുണ്ട് എവിടെയാണ് ദൈവം, വേർ ഈസ് ഗോഡ്? ഉത്തരം സിമ്പിളാണ്, ഗോഡ് ഈസ് വാക്കിംഗ് വിത്ത് യു. കർത്താവ് നിൻ്റെ കൂടെ നടപ്പുണ്ടെന്നേ. നീ എവിടെയാണ് ഈ പരതാൻ പോകുന്നത്? കർത്താവ് നിൻ്റെ കൂടെ നടപ്പുണ്ട്. 4 വാക്കുകൾ. മിശിഹായെ കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉദ്ധിതനെ കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? 1, 2, 3, 4 4 വാക്കുകൾ എഴുതിയിട്ടു. ഫസ്റ്റ് വൺ, പോസ്. ഒന്നിരുന്നേ, പോസ്, ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. സെക്കൻഡ് വൺ, സീക്ക്, അന്വേഷിച്ചേ. തേർഡ് വൺ, ലിസൺ, കേട്ടേ. ഫോർത്ത് വൺ, സീ, കണ്ടേ. ആദ്യം ചെയ്യേണ്ടത് പോസ്. തിരക്ക് പിടിച്ചോട്ടം ഒന്ന് നിർത്തിക്കേ, പോസ്. 2, അന്വേഷിക്കുക. തന്നെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് ഇവിടുത്തെ കാണാൻ പറ്റും. സീക്ക്, പോസ്, സീക്ക്, ലിസൺ. നോയ്സി വേൾഡിൽ ജീവിക്കുന്ന നമുക്ക് അതിനോടൊക്കെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് കർത്താവിൻ്റെ സ്വരത്തിന് കാതോർക്കാൻ പറ്റണം. മിശിഹായെ കാണുക ഒടുക്കം. ഈ പറഞ്ഞ കാര്യം തിരക്കാണ്, ബഹളമയമാണ്. അപ്പോൾ ഓഫൻ മെസയ ഈസ് അൺനോട്ടീസ്ഡ്, അൺറെക്കഗ്നൈസ്ഡ്. ശ്രദ്ധിക്കപ്പെടാതെ, തിരിച്ചറിയാതെ മിശിഹ നമ്മുടെ പരിസരങ്ങളിലൂടെയൊക്കെ അവൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിലും, തിരുവചനത്തിലും, സഭയിലും സത്യമായും അവൻ വെളിപ്പെടുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട്, കൃപയുടെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ഹോംവർക്ക് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഹോംവർക്ക്, സ്പെൻഡ് 10 minutes ഇൻ സൈലൻസ്. വെറുതെ 10 മിനിറ്റ് പോസ്. നമ്മൾ ആ പറഞ്ഞ 4 കാര്യങ്ങൾ, പോസ്, സീക്ക്, ലിസൺ, ട്രൈ ടു സീ. 10 മിനിറ്റ് പോസ്, സീക്ക്, ലിസൺ, സീ. 10 മിനിറ്റ് സൈലൻസിലിരിക്കണം. ഇന്ന് ടെഡിലിരിക്കുന്ന എല്ലാവരും വെറുതെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് വെറുതെ നിശബ്ദം, ശാന്തം, അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കണം. അവസാനം, ക്രൈസ്റ്റ് വാക്സ് വിത്ത് യു എവറി ഡേ. ക്രൈസ്റ്റ് വാക്സ് വിത്ത് യു എവറി ഡേ. എല്ലാ ദിവസവും മിശിഹ നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ഹിസ് പ്രസൻസ് ബട്ട് യുവർ പെർസെപ്ഷൻ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, അവൻ്റെ സാന്നിധ്യമല്ല ഇവിടുത്തെ ചോദ്യം, ഇവിടുത്തെ പ്രശ്നം, മറിച്ച് നിന്റെ കാഴ്ചയാണ്. ഇറ്റ്സ് നോട്ട് ഹിസ് പ്രസൻസ് ബട്ട് യുവർ പ്രസൻസ്. ഇറ്റ്സ് നോട്ട് ഹിസ് പ്രസൻസ് ബട്ട് യുവർ പെർസെപ്ഷൻ ദാറ്റ് മാറ്റേഴ്സ്. ഇന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, കർത്താവേ, ഉദ്ധിതനായവനെ, നിന്നെ കാണാൻ കൃപയുള്ള കണ്ണുകൾ എനിക്ക് തരണേ. ഓ ലോർഡ്, ദ റിസറക്റ്റഡ് വൺ, ഗിവ് മീ ഐസ് ഓഫ് ഗ്രേസ് ടു പെർസീവ് യു. കർത്താവേ, ഉദ്ധിതനെ, നിന്നെ കാണാൻ കൃപയുള്ള കണ്ണുകൾ എനിക്ക് സമ്മാനിക്കണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായി ശംശിഹായെ, തിരുവുദ്ധാനത്തിലൂടെ പുതിയ ഒരവസ്ഥയിലേക്ക് മാറിയവനെ, നിന്നെ കാണാൻ ഞാനും എൻ്റെ കണ്ണുകളും മാറട്ടെ. കാഴ്ചയിൽ ആശ്രയിക്കാതെ വിശ്വാസത്തിൽ ഞാൻ ആശ്രയിക്കട്ടെ. വിശ്വാസം അന്ധതയല്ലെന്നും ഉപരിയായ കാഴ്ചയാണെന്നും ഞാൻ തിരിച്ചറിയട്ടെ. കർത്താവേ, ഉദ്ധിതനായവനെ, നിന്നെ കാണാൻ
കൃപയുള്ള കണ്ണുകൾ എനിക്ക് സമ്മാനിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.